തൃക്കാക്കര നഗരസഭയിൽ ഇത്തവണ പൊരിഞ്ഞ പോരാട്ടമാണ്. ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇവിടെ പാലച്ചുവട് ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്, യുവാവാണ്. അദ്ദേഹമാണ് നമ്മളോടൊപ്പമുള്ളത്. പേര് ശരത് കുമാർ എം എസ്. ശരത് കുമാർ CPM-ൻ്റെ അംഗമായിരുന്നു. അവിടെ നിന്നാണ് കോൺഗ്രസ് പട്ടികയിലേക്ക് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മൾ പ്രാദേശികപരമായിട്ട് നടക്കുന്ന, അതായത് പ്രാദേശികമായി CPM-ഉം BJP-യും പരസ്പരം നടത്തുന്ന ഈ വോട്ട് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ UDF-ൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ 458 വോട്ടാണ് ഇപ്പോഴത്തെ BJP സ്ഥാനാർത്ഥിയായ അജയ്കുമാറിന് ലഭിച്ചത്. CPM സ്ഥാനാർത്ഥിയായ CP സാജൽ, അതായത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് 465ആണ്. UDF-ന് ലഭിച്ചത് 490ആണ്. അപ്പോൾ വളരെ സ്ലെൻഡർ ആയിട്ടുള്ള ലീഡാണ് ഈ പറയുന്ന പാർട്ടികൾ തമ്മിലുള്ളൂ. അപ്പോൾ വളരെ വീക്കായിട്ടുള്ളൊരു കാൻഡിഡേറ്റിനെ LDF പ്ലേസ് ചെയ്തപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യുലറിസം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ UDF-ആയി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഇവിടെ സിറ്റിംഗ് സീറ്റാണ്, അപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്? തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഈ അദ്ദേഹത്തിൻ്റെ കൗൺസിലറുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത് കൂട്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് വോട്ടായി മാറുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൂടാതെ തന്നെ UDF പ്രവർത്തകർ ഒന്നടങ്കം ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് എന്തായാലും ഇതൊരു UDF വാർഡാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് സ്വാഭാവികമായിട്ട് നമുക്ക് ലഭിക്കുമല്ലോ. അപ്പോൾ എന്തായാലും തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. ഈ കഴിഞ്ഞ ടൈമിൽ നമ്മൾ തൃക്കാക്കര നോക്കുകയാണെങ്കിൽ അവിടുത്തെ കൗൺസിൽ മീറ്റിംഗ് ആണെങ്കിലും ഒക്കെ വലിയ രീതിയിലുള്ള ബഹളങ്ങൾക്കും ഒക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്തവണ മത്സരിച്ച് ജയിച്ചു വരുമ്പോൾ തൃക്കാക്കര മണ്ഡലത്തിൽ കൗൺസിലൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇത്രയും നാളത്തെ ഭരണത്തിൻ്റെയൊക്കെ ഒരു വിലയിരുത്തൽ, അതൊക്കെ ഭരണം മികച്ച രീതിയിലാണ് തൃക്കാക്കര നഗരസഭ കഴിഞ്ഞ 5 കൊല്ലം മുന്നോട്ട് പോയിട്ടുള്ളത്. കൗൺസിൽ യോഗം ഇപ്പോൾ നമ്മൾ കൊച്ചി കോർപ്പറേഷൻ എടുത്താലും എല്ലായിടത്തും അതിൻ്റേതായ ബഹളങ്ങളും കാരണങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ യുവത്വത്തിൻ്റെ മുഖമാണ്. അപ്പോൾ യുവാക്കൾ, പ്രത്യേകിച്ച് തൃക്കാക്കര നഗരസഭ എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, പ്രത്യേകിച്ച് യുവാക്കളുടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിൽ എന്തൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത് ജനങ്ങളോട് പറയാം? ഞങ്ങൾക്ക് ഒരുപാട് പുതിയ ആശയങ്ങൾ നമ്മൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഫുഡ് സ്ട്രീറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ്, ഇൻഫോ പാർക്ക് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏറ്റവും പ്രോപ്പറായിട്ടുള്ള പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനും ഉള്ളൊരു പദ്ധതികൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ 5 കൊല്ലത്തെ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടത്. ഈ തൃക്കാക്കരയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ അഴിമതി ആരോപണങ്ങളും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇപ്പോൾ ഈ മുന്നണി? ഇനി ഒരിക്കലും ആ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളല്ല, അതൊന്നും തെളിയിക്കപ്പെടുന്നില്ലല്ലോ. ഈ ആരോപണം ആർക്ക് വേണമെങ്കിലും പറയാമല്ലോ. അപ്പോൾ അതെല്ലാം ഇനിയുള്ള കാലത്ത് അത് ആരോപണങ്ങളുണ്ടാവും. തെറ്റാരി ചെയ്താലും ശിക്ഷിക്കപ്പെടട്ടെ. അഴിമതി ഉണ്ടാവാതിരിക്കാൻ പൂർണ്ണമായിട്ട് തുടച്ചു നിൽക്കുന്ന ഒരു ഭരണമായിരിക്കും. ഇവിടെ ശരത്ത് വലിയ ശുഭപ്രതീക്ഷയിലാണ്. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് തന്നെയാണ്. ആ ഒരു ആത്മവിശ്വാസം കൂടിയുണ്ട്. എന്തായാലും എല്ലാ വിജയാശംസകളും. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി.